ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോണത്. അങ്ങനെ മനോഹറിന്റെ വിവാഹത്തിന് എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ്. ഷാരിയൊക്കെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മനോഹർ അങ്ങനെ കതിർ മണ്ഡപത്തിലേക്ക് ഇരിക്കണം. അപ്പൊ വരുണിന്റെ അച്ഛനമ്മയും പറഞ്ഞ മോനെ ഇവിടെ ഇരിക്കെ, വന്ദന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ വരും കേട്ടോ എന്ന് പറയുമ്പോ, കല്യാണം വേണ്ട, അല്ലെങ്കിൽ തന്നെ വന്ദന ഒരുങ്ങുന്നത് കുറച്ച് കൂടുതലാണ്. കല്യാണം വേണ്ട ഒരുക്കം കുറച്ച് കൂടുതലായിരിക്കുമല്ലേ. അതേ മോനെ, ഒരുപാട് പേര് വന്നതല്ലേ, മോന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് കുറ്റവും കുറവൊന്നും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മോൾ നല്ല ഒരുക്കത്തിലാണെന്ന് പറയാണ്. മോൾ ഇപ്പൊ പൂജാരി പറഞ്ഞ മുഹൂർത്തത്തിന്റെ സമയം കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയണം. അങ്ങനെ വന്ദനയുടെ അമ്മ പറയുന്നുണ്ട്, ആ മോനെ നിക്കട്ടെ, ഞാൻ ഇപ്പൊ മോളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. ശേഷം നമ്മുടെ വന്ദനനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. മനോഹർ പൊളിച്ച് നിൽക്കണം, കാരണം വന്ദനയുടെ ദേഹം മുഴുവൻ സ്വർണ്ണമാട്ടോ. അത് മാത്രമല്ല, വന്ദന നല്ല സുന്ദരിയായിട്ടുണ്ട്. മനോഹർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മോള് ഈ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. നമ്മുടെ വന്ദന നാണം കുടുങ്ങി ഇരിക്കുക കേട്ടോ. അങ്ങനെ മുഹൂർത്ത സമയം ആകുമ്പോഴേക്കും പൂജാരി പറഞ്ഞിട്ട് അങ്ങനെ മുഹൂർത്തമായി. അപ്പോ താലി കെട്ടാൻ വേണ്ടി പറയാണ്. അങ്ങനെ മനോഹർ താലി ഇങ്ങനെ കൈ പിടിക്കാണ്. അതിന് സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരെയും നോക്കാണ്. ഷാരിയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാട്ടെ, ഈശ്വര ഈ കല്യാണം നടക്കണം, ഇന്നത്തോടെ എന്റെ മോളുടെ ജീവിതത്തിൽ ഇവൻ ഒഴിഞ്ഞു പോണ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ വരുൺ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹർ താലി ചിലരുടെ വരുണിന്റെ അടുത്ത് കഴുത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വന്ദന ആ താലി ഇങ്ങനെ തട്ടി മാറ്റുവാണ്. എന്താ മോളു ഇതെന്ന് ചോദിക്കുമ്പോ ആ കുങ്കുമം എടുത്തിട്ട് മനോഹറിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ കൊട്ടുവാട്ടോ. ചി എഴുന്നേക്കട അവിടുന്ന് എന്ന് ആണിന്റെ ശബ്ദത്തിൽ പറയുമ്പോ, വന്ദനെ നിനക്ക് സംസാരിക്കാൻ പറ്റി, മോള് സംസാരിച്ചു എന്ന് പറയാണ്. അതെ, മോളല്ല മോനാണ്, ഞാനേ ചെറുപ്പം മുതൽ സംസാരിക്കോടാ. എന്തൊക്കെയാ നടക്കണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്തറിയാവോ, നീ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ വിചാരം നിനക്ക് പറ്റിക്കാനുള്ള കഴിവുണ്ട്, ആരും നിന്നെ പറ്റിക്കില്ല, നീ എല്ലാവരും പറ്റിച്ച് നടക്കാണെന്ന്. പക്ഷെ നിന്നെ പറ്റിക്കാൻ ഇപ്പൊ ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, നീ പറ്റിച്ച പെണ്ണുങ്ങളും പിന്നെ അതിലേറെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ നോക്കുമ്പോഴേക്കും അത് നിശ്ചയം ജുബാനയും കല്യാണിയാണ്. അവർ 3 പേര് സ്ലോ മോഷനിൽ വരുവാണ്. മനോഹറിന്റെ കാര്യം മനസ്സിലായി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന്. ഷാരി ഈശ്വരൻ ഇവിടെ നിന്നാ പ്രശ്നമാകും, ഇവിടെ നിന്ന് മുങ്ങണതാ നല്ലത്, ഇവൻ എന്തായാലും പോലീസ് പൊക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങാം എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് അപ്പൊ തന്നെ മുങ്ങാട്ടോ. അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് കല്യാണിയും അതുപോലെ നിശ്ചയം ജുബാനയൊക്കെ വരുന്നുണ്ട്. എന്താ ഇത് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലടാ എന്താണെന്ന്, ഇത് ആരാണെന്ന് നിനക്കറിയോ, ഇത് വന്ദനടാ, വരുൺ, നീ ചതിക്കാൻ നോക്കിയ പെൺകുട്ടിയില്ലേ നിതേനെ കല്യാണം കഴിക്കുന്ന വരുണായത്. നിനക്കൊട്ടൊരു പണി തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി വരുണ പെൺവേഷം കെട്ടിച്ചതാണ്, നിനക്കത് ഒട്ടും മനസ്സിലായില്ല. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വരുൺ പെൺവേഷം കെട്ടിക്കാൻ കറക്റ്റ് പെണ്ണുങ്ങൾ തോറ്റുപോകും, അത്ര നല്ല സൂപ്പറാണ്, അതുകൊണ്ട് നീ വീണുപോയി. എന്തായാലും നീ ഇതുപോലത്തെ ഒരു പണി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലടാ, നീ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചല്ലേടാ, പക്ഷെ നിനക്ക് ഇങ്ങനത്തെ ഒരു പണി പെണ്ണുങ്ങൾ തരുമെന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കല്യാണി തന്നെ ആദ്യം തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. തൊട്ടു പിന്നാലെ ജുബാൻ അടിക്കേണ്ട നിശ്ചയം മുഖത്തേക്ക് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ മാറി മാറി അവര് മുഖം അടിച്ചടിച്ച് മനോഹരന്റെ മുഖം ചുവന്ന് തൊടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കാട്ടോ. അങ്ങനെ മതി ഞാൻ നിർത്തി, ഈ പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്തി, ഇപ്പൊ എനിക്കൊരു ഭാര്യയുണ്ട് സരിയു, അവളുടെ കൂടെ തന്നെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടടാ, നീ ഇത് എത്രാമത്തെ പ്രാവശ്യമോടെ പറയണത്, നീ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല, പിന്നെ നിന്നെ ഞങ്ങൾ ജീവനോട് ഇപ്പോഴും വിടുന്നതിനെ കാരണം എന്നറിയാവോ, സരിയു തകരണത് ഞങ്ങൾക്ക് കാണണോടാ, അതിനു വേണ്ടി തന്നെയാണ്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സരിയു നിനക്ക് വേണ്ടി കാത്തിരിക്കും, എന്റെ മനുവേട്ടൻ നല്ലതാണ്, എന്റെ മനുവേട്ടൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കും അവള്. പക്ഷെ അവള് കാത്തിരിക്കാൻ പാടില്ല, അവള് തകർന്നു പോണം, ജീവിതത്തിൽ ഓരോരോ സെക്കൻഡ് അവള് നീറണം, അതിനെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നെ ജീവനോടെ വെച്ചേക്കണത്. പക്ഷെ ഈ പ്രാവശ്യം നീ രക്ഷപ്പെടില്ല, നിന്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇനി ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, 7 കോടി രൂപയുടെ ചെക്ക് വരുണിന്റെ അച്ഛൻ തന്നപ്പോഴേക്കും നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, എങ്കിൽ നീ കേട്ടടാ, അത് വെറും വണ്ടിച്ചെക്കാണ്, അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസം അതിൽ മാർക്ക് ചെയ്തത്. എന്തായാലും നിനക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടല്ലോ, പ്ലീസ് കല്യാണി, ഞാൻ ഒരുപാട് പണം ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, ആ പണമെങ്കിലും എനിക്ക് തരണം എന്ന് കല്യാണത്തെ മനോഹർ പറയുമ്പോ, നിന്റെ പണോ, നിനക്ക് നാണുള്ളോട് അങ്ങനെ പറയാനായിട്ട്, ഇത് സരിയുവിന്റെ പണമല്ലേ, സരിയുവിന്റെ പണം എന്ന് പറഞ്ഞാൽ അവള് വെട്ടിച്ചെടുത്താണ്, എന്റെ അമ്മായിയമ്മ, അത് കിരണിന്റെ എന്റെ സ്വന്തം കിരണേട്ടന്റെ അമ്മയുടെ കമ്പനിയിൽ നിന്ന് വെട്ടിച്ചെടുത്ത പൈസ, അതെങ്ങനെയാണ് നിന്റെ പൈസ ആവണത്, അത് നിന്റെ പൈസയല്ല, നിന്റെ ഭാര്യയുടെ പൈസയല്ല, അത് എന്റെ കിരണേട്ടന്റെ അമ്മയുടെ പൈസ, അങ്ങനെ നോക്കുകയാണെങ്കിൽ കിരണേട്ടന്റെ പൈസ, ആ പൈസ നിധിയുടെ കയ്യിൽ വരുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ നിനക്ക് സ്വർണം വാങ്ങിച്ച്, നീ വന്ദനക്ക് വാങ്ങിച്ചെടുത്ത സ്വർണ്ണം എല്ലാം ഇന്ന് വരുൺ നിതക്ക് ചാർത്തി കൊടുക്കും, നീ നിതനെ പറ്റിച്ചതല്ലേ, അതുകൊണ്ട് നിതക്ക് തന്നെ അതിരിക്കട്ടെ എന്ന് പറയാണ്. അതെ, ഇവൻ ഇങ്ങനെ വിട്ടാ മതി, നമുക്ക് കുറച്ചുകൂടി പെരുമാറണ്ടേ എന്ന് കല്യാണി ചോദിക്കണം. വേണം എന്ന് അവന് തൂക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടോ, മുഹൂർത്തത്തിന് സമയമായി, നിത ഇങ്ങോട്ട് പോരട്ടെ, നിതയുടെ വരുണിന്റെ വിവാഹമാണ് ഇനി അടുത്തത് എന്ന് പറയാണ്.
അങ്ങനെ പെണ്ണുങ്ങൾ എല്ലാരും കൂടി മനോഹറിനെ തൂക്കിയെടുത്ത് റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല അടി വെച്ച് കൊടുക്കാട്ടോ. ഇതെല്ലാം തന്നെ ലൈവായിട്ട് കിരൺ കാണുന്നുണ്ട്. കിരൺ ചിരിച്ച് മതിയാവാട്ടോ കിരണിന. അതിനുശേഷമാണെങ്കിൽ മനോഹർ ആകെ തളർന്നൊടിഞ്ഞ് അവിടെ കിടക്കുവാട്ടോ. നിധിയുടെയും അതുപോലെ തന്നെ നിധിയുടെ കാര്യത്തിൽ വരുൺ താലി കെട്ടുന്ന ആ ഒരു കെട്ടുമേളം കേൾക്കുമ്പോഴേക്കും മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ആദ്യമായിട്ടാണ് ഞാൻ സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണം എനിക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലത്തെ പണി ആർക്കും കൊടുക്കല്ലേ. ഇനി എനിക്ക് എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഇനി സരയു തന്നെ ശരണം. എനിക്ക് തോന്നുന്നു അവള് തന്നെയായിരിക്കും എന്റെ ഒറിജിനൽ ഭാര്യയാണ്. ഇനി അവളെ വിചാരിച്ചിട്ട് തന്നെ കഞ്ഞി കുടിച്ചിട്ട് പോകാം, അതന്നെ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഈ പുകിലൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. മനോഹർ വീണ്ടും പഴയ ശക്തിയോടുകൂടി തന്നെ പഴയ മനോഹർ ആകും എന്നൊക്കെ മനസ്സിലുറപ്പിക്കുക കേട്ടോ. അതേസമയം കിരണാണെങ്കിൽ അവിടെ ഒറ്റക്കാണല്ലോ. കിരണിനെ കുറച്ച് പെരുമാറാം, അതായത് കല്യാണത്തിന് പോയ കാര്യമൊക്കെ നമ്മുടെ ഗംഗാപ്രസാദിനെ മനസ്സിലായി. അതുകൊണ്ട് ഗംഗാപ്രസാദ് വീണ്ടും കിരണിനെ കാണാൻ വേണ്ടി വരുവാണ്. പക്ഷെ ഗംഗാപ്രസാദ് വീണ്ടും ബൈക്കിൽ വരുമ്പോഴേക്ക് കിരൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കത്തി എടുക്കും. കത്തി എടുത്തിട്ട് കാലിലെ ഷൂവിന്റെ ഇടയിൽ ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദീപയെടുത്തും അതുപോലെ താരോട് പറയണ്ട, അമ്മേ ആന്റി നിങ്ങൾ ഇവിടുന്ന് ഒളിച്ചു നിൽക്കണം. എന്നിട്ട് അവൻ നോക്കുമ്പോഴേക്കും ഞാനും വേലക്കാരത്തെ ചേച്ചി മാത്രം ഉണ്ടെന്ന് അറിഞ്ഞ, ശാന്തമ്മ ചേച്ചി മാത്രം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അവൻ പഴയ പോലെ ഉപദ്രവിക്കാൻ പോകുമ്പോ അവന് ശരിക്കും ഒരു പണി കൊടുക്കണം. ശാന്തമ്മ ചേച്ചി റെഡിയല്ലേ? റെഡി മോനെ. അവൻ വരുമ്പോ തന്നെ അവന് തീർച്ചയായിട്ടും നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അവനെന്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഈ പക്ഷെ ഞാൻ എന്റെ എല്ലാ അടിയും അവനിട്ട് കൊടുക്കും എന്ന് ശാന്തമ്മ ചേച്ചിയും പറയണം. ശരി എന്ന് പറയണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വലിയൊരു കാഴ്ചയായിട്ട് ഇവിടെ കാണുന്നത് ഗംഗാപ്രസാദിനെ ഇടിച്ച് ചതച്ച് ചമ്മന്തി ആക്കിയിട്ട് നമ്മുടെ ആ ശാന്തമ്മ ചേച്ചി കിരണും കൂടി ചമ്മന്തി ആക്കിയിട്ട് ആകെ ഒരു ഓറഞ്ച് പരിവാക്കി വെച്ചേക്കട്ടെ, മുഖമൊക്കെ വീർത്ത് കെട്ടിയിട്ട്. അത് മാത്രല്ല, സരയും മനോഹറിന്റെ ചതി മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണ്. എന്തോ വലിയൊരു കാര്യം തന്നെ മനോഹറിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മനോഹർ വേറെ കുറെ പെണ്ണുങ്ങളുടെ പുറകിൽ പോകുന്നുണ്ടോ എന്നൊരു സംശയം സരയുടെ ഉള്ളിൽ വരുവാണ്. കാരണം ഒരുപാട് പേര് ഈ കാര്യം സരയുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സരയു അതൊന്നും വിശ്വസിച്ചിട്ടില്ല. തന്റെ മനുവേട്ടൻ അങ്ങനെയാണ്, തന്റെ മനുവേട്ടൻ തനിക്ക് തന്നെ ചതിക്കില്ല, മനുവേട്ടൻ ഭയങ്കര ആളാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സരയു നിൽക്കുന്നത്. പക്ഷെ സരയുടെ മനസ്സിൽ പതുക്കെ കുറെ സംശയങ്ങളൊക്കെ വന്നു പോകുക കേട്ടോ. അങ്ങനെ സരയും സംശയിച്ചു തുടങ്ങാണ് മനോഹറിന്. അപ്പൊ മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സരയു മുൻകൈ എടുത്ത് പോവാണ്. ആദ്യം പോണത് നമ്മുടെ നിഷയുടെ അടുത്തേക്ക് തന്നെയാണ്. വേറൊന്നല്ല, നിഷ ആദ്യം വീട്ടിലേക്ക് വന്ന സമയത്ത് മനോഹറിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചിരുന്നു ചോദിച്ചിട്ടുണ്ടെന്ന് സരയുവിനടുത്ത്. സരയു മനോഹറിന്റെ ഫോട്ടോ കാണിച്ചപ്പോ ചായ പോലും കുടിക്കാതെയാണ് നിഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ജുബാനയുടെ ബാപ്പ, ഇവർ രണ്ടുപേരാണ് താൻ ആദ്യം കാണേണ്ടത് എന്ന് സരയു വിചാരിക്കുകയാണ്. അങ്ങനെ സരയു ഓരോരോ സത്യങ്ങൾ മനോഹറിനെ കുറിച്ച് കണ്ടുപിടിച്ചു വരിക കേട്ടോ. പക്ഷെ കണ്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. സരയുവിന്റെ അവസാനത്തെ പിടിവലി എന്ന് പറഞ്ഞ മനോഹർ തന്നെയാണ്. മനോഹർ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് സരയുവിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. സരയു ഒരു പിച്ചക്കാരത്തിനെ പോലെ ജീവിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. എന്തായാലും തിങ്കളാഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ പ്രോമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും കാണിച്ചില്ല. ഈ ജെറി ജോണി, അതായത് ഗംഗാപ്രസാദിന്റെ ഭാഗം വരുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലാട്ടോ. അത് ആ ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഈ ആഴ്ചത്തെ പോസ്റ്റാന്ന് പറഞ്ഞിട്ട് ഗംഗാപ്രസാദിന് അടി കിട്ടുന്ന പോസ്റ്റാണത്. അപ്പൊ ഈ ആഴ്ച ആ ഒരു ഭാഗം കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.